കണ്ണൂർ എ.ഡി.എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കുമെല്ലാം നിരവധി തവണ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചതാണ്. എ.ഡി.എം നവീൻ ബാബു ഒരു CPM കുടുംബത്തിൽ നിന്ന് CPM സഹയാത്രികനായ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഗസറ്റഡ് റോളിലേക്ക് മാറുന്നതിന് മുമ്പ് CPMന്റെ വർഗ സംഘടനയായ ജീവനക്കാരുടെ സംഘടനയായ NGO യൂണിയന്റെ മെമ്പറായിരുന്നു. പിന്നീട് അദ്ദേഹം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മെമ്പറായി. അതും CPM അനുകൂല സംഘടനയാണ്. ഇതിന്റെയൊക്കെ നേതൃതലത്തിലടക്കം പ്രവർത്തിച്ച ആളാണ്. ഈ നവീൻ ബാബുവിന്റെ ഭാര്യ CPM അനുകൂല സംഘടനയുടെ പ്രവർത്തകയാണ്. ആ CPM കുടുംബത്തിൽ നിന്ന് വന്ന നവീൻ ബാബുവിനെ അഴിമതിക്കാരനും കൈക്കൂലിക്കാരനുമാക്കി ചിത്രീകരിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും DYFIയുടെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന PP ദിവ്യ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നിർത്തി സംസാരിച്ചതിന്റെ പരിണിത ഫലമായി അതിൽ മനംനൊണ്ടാണ് ഒരു മുളം കയറിൽ നവീൻ ബാബു ജീവിതം അവസാനിപ്പിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM ഈ പ്രതികൾ എന്നാരോപിക്കപ്പെട്ട PP ദിവ്യ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ നവീൻ ബാബുവിന്റെ ജന്മദേശമായ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി നേതൃത്വം കൃത്യമായ അന്തസ്സുള്ള നിലപാടെടുത്തു. പത്തനംതിട്ടയിലെ CPM ജില്ലാ കമ്മിറ്റിയും CITയും എടുത്ത നിലപാട് കുറ്റക്കാരി PP ദിവ്യ ഉൾപ്പെടെ മാതൃകാപരമായി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന നിലപാടെടുത്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതോടൊപ്പം തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും കേരളം കണ്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതയുടെ ചുരുളഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പോയി CBI അന്വേഷണം ആവശ്യപ്പെട്ടു. എന്നാൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ സർക്കാർ അതിനെ എതിർക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കേരള ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത്. സർക്കാർ പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്, അതുകൊണ്ട് CBI അന്വേഷണത്തിന്റെ സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതി CBI അന്വേഷണം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒരു പരാതി നൽകുന്നു. CBI അന്വേഷണത്തിന് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് CBI അന്വേഷണത്തിലൂടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിന്റെ ചുരുളഴിഞ്ഞ് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ഒരു പ്രതീക്ഷയുണ്ട്. സർക്കാർ എടുത്ത അല്ലെങ്കിൽ പുതിയ സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയേണ്ടി വരും. കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ ആഗ്രഹിച്ചതാണ് നവീൻ ബാബുവിന് നീതി ലഭിക്കണം എന്നുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ PP ദിവ്യ എന്തിനാണ് പാർട്ടി ഇത്രത്തോളം സംരക്ഷിച്ചത്? നവീൻ ബാബുവിന്റെ റിട്ടയർമെന്റ് ചടങ്ങിലുണ്ടായ പ്രസംഗം, അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ആത്മഹത്യ, ഈ മരണത്തിൽ PP ദിവ്യക്ക് പങ്കുണ്ട് എന്ന് അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ആവർത്തിച്ച് എല്ലാവരും പറയുമ്പോഴും CPM PP ദിവ്യയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. CPM ആദ്യഘട്ടത്തിൽ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് PP ദിവ്യയെ പാർട്ടി തള്ളിപ്പറയുന്നത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ പല പരിപാടികളിലും അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PP ദിവ്യ പല പരിപാടികളിലും പോവുകയൊക്കെ ചെയ്തു, പാർട്ടി പരിപാടികളിൽ പോലും. അപ്പോഴൊന്നും പാർട്ടിയിൽ പലരും വിയോജിപ്പുകൾ പറഞ്ഞെങ്കിലും പാർട്ടി ശക്തമായ ഒരു നിലപാടെടുത്തില്ല. പക്ഷേ കുടുംബത്തിന്, നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അന്വേഷണം തൃപ്തികരമല്ല, അല്ലെങ്കിൽ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അവർ തൃപ്തരല്ല എന്ന് പറഞ്ഞ് അവർ കോടതിയെ സമീപിക്കുമ്പോൾ എന്തിനാണ് ഈ സർക്കാർ അന്ന് ഈ CBIക്ക് വിടണം, ഈ കേസ് CBIക്ക് വിടണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ സർക്കാർ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിലൊരു ചോദ്യമുണ്ട്. ഒരു ദുരൂഹതയുമില്ല, അല്ലെങ്കിൽ കേസ് ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് സർക്കാർ പറയുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് തൃപ്തിയില്ലാത്തത് കൊണ്ടാണല്ലോ അവർ കേസ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. PP ദിവ്യയെ ഇത്രത്തോളം ചേർത്ത് പിടിക്കേണ്ട CPMന് സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നോ? ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊരു സംശയമുണ്ട്. ആദ്യമേ തന്നെ PP ദിവ്യയെ പാർട്ടി സംരക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി വ്യക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് മനസ്സിലാകുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് PP ദിവ്യയെ ആദ്യം മുതൽ അവസാനം വരെ ഈ കഴിഞ്ഞ സർക്കാർ ചേർത്ത് പിടിച്ചത് അല്ലെങ്കിൽ CPM ചേർത്ത് പിടിച്ചതെന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് നടന്ന കാര്യങ്ങളാണോ? നവീൻ ബാബുവുമായി പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാര്യം അന്നത്തെ സർക്കാരും CPMും എടുത്ത നിലപാട് PP ദിവ്യയെ, ഒരാളുടെ മരണം സംഭവിച്ചിട്ട് പോലും PP ദിവ്യയെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്ത് നിർത്തിയെന്നൊരു ചോദ്യമുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. മുഖ്യമന്ത്രിയോട് പറയുകയുണ്ടായി കേസിൽ അവർ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന കേസിൽ അവർ തൃപ്തരല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് അവർ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ, നിലവിലെ മുഖ്യമന്ത്രി, അവർക്ക് ഉറപ്പ് നൽകുന്നു ഈ കേസ് CBIക്ക് വിടാമെന്ന്. അങ്ങനെയാണ് ഈ കേസ് CBIക്ക് വിടുന്നത്. ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രധാനമായും
CBIക്ക് വിട്ടാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമോ? അങ്ങനെയാണെങ്കിൽ അത് CPM-നെ വെട്ടിലാക്കുമോ? PP ദിവ്യയ്ക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടാകുമോ? ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും? ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് CPM ഇത്രയും നാളും PP ദിവ്യയെ സംരക്ഷിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. PP ദിവ്യയാണ് കുറ്റക്കാരിയെങ്കിൽ മറ്റാരുടെയെങ്കിലും പേര് ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും പരാമർശിക്കപ്പെടുമോ എന്നുള്ള ഭയമാണോ? അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നോ പല ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പുതിയ സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള സ്നേഹവും ഇഷ്ടവും കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നവീൻ ബാബുവിന് നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂർ ജില്ലയിലെ ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ നവീൻ ബാബു കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞത് PP ദിവ്യയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, CPM-ന്റെ സഹയാത്രികനാണ്. ഈ പെട്രോൾ പമ്പ് അടക്കം PP ദിവ്യയുടെ ബിനാമി പമ്പാണെന്ന് നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു. നവീൻ ബാബു അടിമുടി കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹം അനധികൃതമായി ആ പെട്രോൾ പമ്പിന് NOC കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് PP ദിവ്യയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒരു യാത്രയയപ്പ് ചടങ്ങിൽ വെച്ച് അതിക്രൂരമായി ക്രൂശിച്ചത്. അതിന്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അന്ന് ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇന്ന് ഭരണപക്ഷത്താണുള്ളത്. സ്വാഭാവികമായും നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി വേണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആവശ്യപ്പെട്ട കോൺഗ്രസിന് ഈ CBI അന്വേഷണത്തിന് വിടുന്നതിലൂടെ നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി വാങ്ങി കൊടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഒന്നാമത്തെ വരുന്നത്. 2, ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിനകത്ത് ഇതിൽ ഗൂഢാലോചനയില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോക്കൽ പോലീസ് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ CPM-മായി ബന്ധപ്പെട്ട് CPM ഭരണത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ CPM ആണ് ആ പോലീസിനെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു PP ദിവ്യ. PP ദിവ്യ സമുന്നതയായ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വനിതാ നേതാവാണ്. ഒരുപക്ഷെ ഈ ആരോപണം ഉണ്ടായിട്ടില്ലെങ്കിൽ തളിപ്പറമ്പിൽ മത്സരിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി ദിവ്യയായിരുന്നു. ആ ദിവ്യയുടെ രാഷ്ട്രീയത്തിന് ഒരു വിരാമം കുറിക്കാൻ ഈ മരണം കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ദിവ്യയെ വലിയ തരത്തിൽ വേട്ടയാടി എന്ന് പറഞ്ഞ് ഈ മരണവുമായി ബന്ധപ്പെട്ട് CPM ഭരിക്കുമ്പോൾ പോലും ദിവ്യയെ വേട്ടയാടി എന്ന് പറഞ്ഞ CPM-ന്റെ സൈബർ അണികൾ സാമൂഹ്യ മാധ്യമത്തിൽ ഉറഞ്ഞു തുള്ളിയിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വത്തിന് ഗത്യന്തരമില്ലാതെ പാർട്ടി കുടുംബമായ നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി കിട്ടാതെ ഒരടി പിറകോട്ടില്ലെന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോകേണ്ടി വന്നത്. ഒടുവിൽ ഈ അന്വേഷണം ഒരു അന്വേഷണ പ്രഹസന നാടകമാണെങ്കിൽ പോലും പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യ അടക്കമുള്ളവരുടെ ഗൂഢാലോചന പുറത്തു വരില്ല. ഇതിലെ ഗൂഢാലോചന പുറത്തു വരണം. ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം. എന്തിന് ആ യോഗത്തിലേക്ക്, വിളിക്കാത്ത യോഗത്തിലേക്ക്, യാത്രയപ്പ് യോഗത്തിലേക്ക് PP ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ല? ക്ഷണിക്കാത്ത യോഗത്തിലേക്ക് കടന്നു വന്ന് ഇത്തരത്തിൽ നവീൻ ബാബുവിനെ ക്രൂശിക്കാനുണ്ടായ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരണമെങ്കിൽ CBI പോലെയുള്ള ഒരു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായും നവീൻ ബാബുവിന്റെ ആത്മാവിനെങ്കിലും നീതി വാങ്ങി കൊടുക്കാൻ CBI അന്വേഷണത്തിലൂടെ കഴിയുമെന്നാണ് ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെയും പ്രതീക്ഷ. നാളുകളിൽ ഇതാർക്കും സംഭവിക്കാനാണ്. ഭരണത്തിലിരിക്കുന്നവർക്ക് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളുടെ ഇഷ്ടത്തോഴന്മാരായി മാറിയില്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ നിലപാട് ഉദ്യോഗസ്ഥർക്കുണ്ടാകും. അതുകൊണ്ട് ആത്മാഭിമാനം ഉള്ള ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ മരണത്തിൽ പോലും അഭയം നേടിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആത്മാഭിമാനം ഉള്ളവർക്ക്, ഉദ്യോഗസ്ഥർക്ക്, കറകളഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ആത്മാഭിമാനം പണയം വെക്കാതെ ജോലി ചെയ്യണം. ഇനിയൊരു നവീൻ ബാബുമാർ കേരളത്തിൽ ഉണ്ടാവരുത്. അതിനുവേണ്ടിയായിരിക്കണം ഈ കേസിനകത്തെ CBI അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും പാതി വഴിക്കൽ നിലച്ചുപോയ ആ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ എന്തായി ആ കേസിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് വീണ്ടും CBI അന്വേഷണത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഏറ്റവും നല്ല തീരുമാനമാണ്. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത നീതി നവീൻ ബാബുവിന്റെ ആത്മാവിനെങ്കിലും നേടിക്കൊടുക്കാൻ CBI അന്വേഷണത്തിലൂടെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.